3 ഉപതെരഞ്ഞെടുപ്പുകളാണ് സംസ്ഥാനത്ത് നടന്നത്. വലതുപക്ഷ മാധ്യമങ്ങളുടെ ശക്തിയായ പ്രചരണവും സർക്കാരിനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന ജനവിരുദ്ധ കേന്ദ്ര നിലപാടും അതിനോടൊപ്പം നിൽക്കുന്ന UDFിൻ്റെ സമീപനവും എല്ലാം ചേർന്ന് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് UDF ചേലക്കരയിലെ രാഷ്ട്രീയ പോരാട്ടത്തിൽ തങ്ങൾ വിജയിക്കുമെന്ന് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ KC വേണുഗോപാലും VD സതീശനുമെല്ലാം ചേലക്കരയിലെ ഈ രാഷ്ട്രീയ പോരാട്ടത്തെയാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും എല്ലാ അർത്ഥത്തിലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം അത് ഏകോപിച്ചുകൊണ്ടുള്ള അവരുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളാകെ സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഈ വലതുപക്ഷത്തിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് നല്ല വിജയം നേടുന്ന ആവേശകരമായൊരു ചിത്രമാണ് ചേലക്കരയിൽ ഉണ്ടായത്. ശക്തിയായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു എന്നായിരുന്നു ഊഷ്വ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളുമെല്ലാം കാണുകയും വിലയിരുത്തുകയും ചെയ്തത്. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ LDFിൻ്റെ വോട്ട് വർദ്ധിപ്പിക്കാനായതും സ്വാഭാവികമായി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പോടുകൂടി കണ്ട പുതിയ ഒരു കാഴ്ച മതധ്രുവീകരണത്തിൻ്റെതാണ്. മതധ്രുവീകരണം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ RSS സംഘപരിവാർ വിഭാഗത്തിൻ്റെ നല്ലൊരു ശതമാനം വോട്ട് പാലക്കാട് ഇപ്രാവശ്യം BJP വാങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ വളരെ ലളിതമായൊരു പദമാണ് ഉപയോഗിച്ചത്. BJPയുടെ വോട്ട് UDF വാങ്ങിയിട്ടുണ്ട്. അതിനെല്ലാം കാരണങ്ങൾ ഗൗരവപൂർവം പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസ് വാങ്ങിയ ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ടും മറുഭാഗത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷ വർഗീയ ശക്തികളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനവും ഇത് രണ്ടും UDFിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ കണ്ടു. ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം SDPIയും ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അതിശക്തിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. വർഗീയതയെല്ലാം എതിർക്കുമെന്ന് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോഴും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തിയത് സ്വതന്ത്രമായിട്ട് SDPI ആണ്. വിക്ടോറിയ കോളേജിന് മുമ്പിലുള്ള ആദ്യത്തെ SDPI പ്രകടനം വാർത്താമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലയിൽ SDPI ജമാഅത്തെ ഇസ്ലാമി ആഹ്ലാദ പ്രകടനം സംഘടിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ആഹ്ലാദ പ്രകടനത്തിന് ശേഷം പ്രത്യേക പത്രസമ്മേളനം നടത്തി ഞങ്ങൾ 10,000 വോട്ട് ചുരുങ്ങിയത് UDFിന്
നൽകിയിട്ടുണ്ട് എന്ന കാര്യം അവർ കൃത്യമായിട്ട് പറയുകയും ചെയ്യുകയുണ്ടായി. ഭൂരിപക്ഷ വർഗീയത നടത്തുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യത്തെവിടെയും വർഗീയമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോഴും എല്ലാ പ്രധാനപ്പെട്ട പള്ളികളും മസ്ജിദുകളും പഴയകാല ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് UP കേന്ദ്രീകരിച്ചുകൊണ്ട് ബാബറി മസ്ജിദിൻ്റെ കാലത്തുള്ളതുപോലെ പള്ളി പൊളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സർവേകളും അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന സംഘർഷങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയാവുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വളരാൻ കളമൊരുക്കുന്നുണ്ട്. ഈ ഒരു വർഗീയ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്താൻ കളം ഒരുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയത മുന്നോട്ടേക്ക് വെക്കുന്ന മതപരമായി സംഘടിക്കുക എന്ന അജണ്ട ഭൂരിപക്ഷ വർഗീയതയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയേ ചെയ്യൂ. കേരളത്തിൽ ഇപ്പോഴും ചില മേഖലകളിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം RSS ഹിന്ദു വർഗീയവാദത്തെ പ്രതിരോധിക്കാൻ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളും സംഘടിതരായി പ്രതിരോധിക്കണമെന്ന കാര്യമാണ്. ഇത് സംഭവിക്കുന്നത് രണ്ട് വർഗീയതയെയും പരസ്പരം ശക്തിപ്പെടുത്താനുതകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുക. ഒരു ഭാഗത്ത് മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ച് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ നേടുക, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ച് അതിനെ എതിർക്കുന്നു എന്ന രീതിയിൽ ധ്രുവീകരണം ശക്തിപ്പെടുത്തുക. അതിൻ്റെ ഒപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വയം ശക്തിപ്പെടാൻ ശ്രമിക്കുക. ഇങ്ങനെ പരസ്പരം വളർന്ന് മതനിരപേക്ഷ സമൂഹത്തെ തകർക്കുക എന്നതാണ് ഈ രണ്ട് വർഗീയവാദികളുടെയും ഉന്നം. മതനിരപേക്ഷ സമൂഹം ദുർബലപ്പെടുക എന്നതിനർത്ഥം മതവിശ്വാസികൾക്കും മതനിരപേക്ഷവാദികൾക്കും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കും ഇതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചടിയേൽക്കുക എന്നതായിരിക്കും സത്യം. മതനിരപേക്ഷ സമൂഹത്തിൽ മാത്രമേ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കൂ. ഇനി വിശ്വാസമില്ലാത്ത ആളുകൾക്കും ജീവിക്കണമെങ്കിൽ മതനിരപേക്ഷ സമൂഹം അനിവാര്യമാണ്. ഇത്തരമൊരു സാമൂഹ്യ സൃഷ്ടിയെയാണ് മതരാഷ്ട്രവാദികൾ തകർത്തെറിയുന്നത് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. മതപരമായ ധ്രുവീകരണം ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുകയും അത് വർഗീയമായ ഒരു നിലയിൽ മാത്രം നിൽക്കുകയല്ല, കോർപ്പറേറ്റ് അജണ്ടകൾ രാജ്യത്ത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം സൃഷ്ടിക്കുകയും കൂടി ചെയ്യും, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത്. ഇത് നമുക്ക് തിരിച്ചറിയാനാവണം. അതുകൊണ്ട് എല്ലാ വർഗീയതയെയും പ്രതിരോധിച്ചുകൊണ്ടല്ലാതെ കേരളത്തിലെ പൊതുമനസ്സ്, മതനിരപേക്ഷതയുടെ മനസ്സ്
യഥാർത്ഥത്തിൽ മുന്നോട്ടേക്ക് പോകാൻ അതിന് മാത്രമേ സാധിക്കൂ. മതനിരപേക്ഷ സമൂഹത്തിലാണ് ജനങ്ങൾക്ക് അവരുടെ സ്വൈര്യ ജീവിതവും ക്ഷേമ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാനും വളർത്തിയെടുക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ജമാഅത്തെ ഇസ്ലാമിയുമായി SDPIയുമായി അവിശുദ്ധ ബന്ധം CPMനെ സംബന്ധിച്ചിടത്തോളം ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾ പറഞ്ഞു, ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമങ്ങൾ അത് തിരുത്തണം. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ഞങ്ങളുടെ. പക്ഷേ ഇതേവരെ അത്തരം പ്രചരണം നടത്തിയിട്ടുള്ള ഒരാളും തിരുത്തിയിട്ടില്ല. അങ്ങനെ തിരുത്താതെ കാര്യങ്ങൾ നിയമപരമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എന്തു പറഞ്ഞാലും അതെല്ലാം സമൂഹം കേൾക്കും, അനുസരിക്കും എന്ന ധാരണ തെറ്റാണ്. അത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള നിയമസാധ്യത നിയമപരമായിട്ട് തന്നെ തേടും എന്ന് തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യും. ക്ഷേമ പെൻഷനുകൾ തട്ടിച്ച 1458 ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഇത്തരത്തിലുള്ള തീരുമാനം ദുർബല ജനവിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 60 ലക്ഷത്തിലധികം ആളുകൾക്ക് കിട്ടുന്ന 1600 രൂപ പ്രകാരമുള്ള തുക നല്ല വരുമാനവും ശമ്പളവുമെല്ലാം വാങ്ങുന്ന ആളുകൾ തട്ടിയെടുക്കുന്നു എന്നുള്ളത് വളരെ അപമാനകരമായ ഒരു സംഭവമാണ്. ഇപ്പോൾ കണ്ടെത്തിയ 1488 എന്നുള്ളത് മാത്രമായിരിക്കില്ല. ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ പെൻഷൻ പറ്റുന്ന ഉയർന്ന വരുമാനമുള്ളവർ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തുകയും ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് പ്രശ്നം പരിഹരിക്കാനാവണം എന്ന് തന്നെയാണ് CPIMൻ്റെ കാഴ്ചപ്പാട്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത്.